ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു വൺ മോർ സെഷൻ വിത്ത് ടീച്ച് കേരള. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻഇക്വാലിറ്റീസിന്റെ ബേസിക്സ് പഠിച്ചായിരുന്നു. ഇനി ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഇക്വാലിറ്റീസിന്റെ ആദ്യം നമ്മൾ ഒരു സിംഗിൾ ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കും. പിന്നെ ടു ഇക്വേഷൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഒരു റീജിയൻ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് എ ലൈൻ അലോൺ ഒരു റീജിയൻ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സ് വൈ ആക്സസ് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഈ ലൈൻ ഇതിനെ രണ്ട് പ്ലെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യത്തില്ലേ? ലൈനിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഒരു പ്ലെയിനിലും റൈറ്റിലോട്ടുള്ള പ്ലെയിനും. സോ യൂഷ്വലി ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അത് ഇൻഇക്വാലിറ്റി ആകുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐദർ ഈ പ്ലെയിനിലേക്ക് വരും അല്ലെങ്കിൽ ഈ പ്ലെയിനിലേക്ക് വരും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. എന്നിട്ട് ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അന്നേരം കുറച്ച് എക്സാമ്പിളിലൂടെ തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓൾറൈറ്റ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 9 ഇതാണ്. എക്സാമ്പിൾ 9, സോൾവ് ദി ഇൻഇക്വാലിറ്റി 3x plus 2y greater than 6 ഗ്രാഫിക്കലി. ഇതിനെ ഗ്രാഫിക്കലി എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു ഗ്രാഫിന്റെ കൈൻഡ് ഓഫ് സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കാം. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കാം, പിന്നെ എക്സ് ആക്സിസ് വരയ്ക്കാം അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കാം. എക്സും വൈയും പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ എക്സ് 0 ആകുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് ഇക്വാലിറ്റിയുടെ ഗ്രാഫ് അങ്ങ് വരയ്ക്കാം. 3x plus 2y equal to 6ന്റെ ഗ്രാഫ് അങ്ങ് ആദ്യം വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് എക്സ് 0 ഇട്ട് കൊടുക്കുമ്പോൾ വൈ 3 എന്ന് വരും, വൈ 0 ഇട്ട് കൊടുക്കുമ്പോൾ എക്സ് 2 എന്നും വരത്തില്ലേ. സോ ദിസ് ഷുഡ് പാസ് ത്രൂ. ഇത് 1 2 3 4 5 6 7 1 2 3 4 5 6 7 അല്ലെ. 0,2 ഇവിടെ ഒരു പോയിന്റ് ആണ്, 3,0 ഇവിടെ ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പൊ 2 പോയിന്റ് മതിയല്ലോ നമുക്കൊരു ഇക്വാലിറ്റിയുടെ ലൈൻ വരയ്ക്കണമെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ലൈൻ അങ്ങ് വരയ്ക്കാം. ഇതാണ് ഇതിന്റെ ഇക്വാലിറ്റിയുടെ ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്വാലിറ്റിയുടെ ലൈൻ ആണ് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ അകത്ത് ഈ ലൈന് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ളതും, ഇതാണ് രണ്ട് ഹാഫ് പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ് എടുത്ത് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ആ റാൻഡം പോയിന്റ് എടുക്കുന്ന ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ പെടുത്തില്ല എന്ന് ഓർക്കുക, ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ പെടുത്തില്ല, ഈക്വൽ ടു പാർട്ടാണ് ഈ ലൈനിൽ പെടുന്നത്. അത് നമുക്ക് എത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അന്നേരം ഇതിനെ നമുക്ക് ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നതാണ് ബെറ്റർ. കാരണം ആ പോയിന്റ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുക. കാരണം ഈ ലൈനിലുള്ള പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചിട്ട് ഒരു റാൻഡം പോയിന്റ്, ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 0,0 അല്ലേ, 0,0 ഇട്ട് കൊടുക്കുക. 0,0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. അതായത് 0,0 പെടുന്ന ഹാഫ് പ്ലെയിൻ അല്ല ഇതിൽ വരേണ്ടത്. 0,0 ഇവിടെയല്ലേ ഉള്ളത്. അതായത് 0,0 ഇട്ട് കൊടുത്തപ്പോൾ 0 ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള ഫോൾസ് ഒരു റിലേഷൻ കിട്ടിയത് കൊണ്ട് അപ്പുറത്തെ സൈഡിലുള്ള 0,0 ഇല്ലാത്ത സൈഡിലുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് ഈ കിടക്കുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഏതെങ്കിലും ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ആ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് ഉള്ള ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ, ഇല്ലെങ്കിൽ ആ പോയിന്റ് ഇല്ലാത്ത ഭാഗമാണ് സൊല്യൂഷൻ. ഇത്രയും മാത്രം നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. സോൾവ് 3x minus 6 greater than or equal to 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇക്വാലിറ്റിയുടെ ലൈൻ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് വരയ്ക്കേണ്ട, പ്രോപ്പർ ലൈൻ തന്നെ വരയ്ക്കാം. അതായത് 3x greater than or equal to 6 ആണ്. അതായത് x greater than or equal to 2 എന്ന് വരും. അതല്ലേ ഇതിന്റെ സൊല്യൂഷൻ. നമുക്ക് അന്നേരം ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ again x ആക്സിസും y ആക്സിസും വന്നു. ഇത് 1 2 3 4. x greater than or equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to 2 എന്ന് പറയുന്ന ഈ ലൈൻ ആണല്ലോ അല്ലെ. x is equal to 2 എന്ന് പറയുന്ന ഈ ലൈൻ ആണ്.
ഇതാണ് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ വരും. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു പോയിന്റ് എടുക്കുക, 0,0 ഇട്ട് കഴിഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ശരിയാണോ? തെറ്റല്ലേ? അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതല്ല, അതായത് ഇതിന്റെ റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാ പോയിന്റുകളുമാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ലൈൻ വരയ്ക്കുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ആ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഉള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്, ഇല്ലെങ്കിൽ പോയിന്റ് ഇല്ലാത്ത ഭാഗമാണ് നമുക്ക് വേണ്ടത്. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സസൈസ് ചോദ്യം കൂടെ ചെയ്തു നോക്കാം. ലെറ്റ്സ് സേ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു എക്സസൈസ് 6.2 ചോദ്യമാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആക്സിസ് വരയ്ക്കുക. അല്ലേ? നമ്മൾ ആക്സിസ് വരച്ചു കഴിയുമ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2 നമുക്ക് വരയ്ക്കാം. എക്സ് 0 ആകുമ്പോൾ വൈ എത്ര വരും? -2 വരും. ആ എക്സ് വൈ 0 ആകുമ്പോൾ എത്ര വരും? എക്സ് 2 വരും. സോ 2,0 പോകുന്നുണ്ടെന്നല്ലേ? എല്ലാവർക്കും ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ അറിയാലോ. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കാണിച്ചു, ഇനി കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ലെ? ഇതായിരിക്കണം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് ഒരു പോയിന്റ് അതിന് ഇവിടെ 0,0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ശരിയാണോ? ശരിയാണ്. അതുകൊണ്ട് തന്നെ ആ 0 ഉള്ള ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്, അല്ലെ? ഈ ഒരു ഭാഗമാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തേക്ക്. യാ, സോ സൊല്യൂഷൻ ഇവിടെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിടികിട്ടിയല്ലോ. യാ, ഇനി നമുക്ക് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റി. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 ഇക്വേഷൻസ് വരുന്ന കൈൻഡ് ഓഫ് കേസ്, 2 ഇക്വേഷൻസ് വരുന്ന കേസിൽ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതൊരു ചോദ്യത്തിലൂടെ തന്നെ കണ്ടുപിടിക്കാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഗ്രാഫിക്കലി. ആദ്യം എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, അടുത്തത് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അടുത്തത് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 നമുക്ക് എക്സും വൈയും ഇട്ട് കൊടുത്താൽ എക്സ് 0 വൈ 5 വൈ 0 എക്സ് 5. സോ ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ. ഇത് 0 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 -1 -2 -3 -1 -2 വരെ കിടക്കട്ടെ. സോ 0,5 പോകുന്നുണ്ട്, 5,0 പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ലൈൻ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഈ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് ഇതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാവേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നതുകൊണ്ട് നമുക്ക് ഡോട്ടഡ് ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല, ഹാർഡ് ആയിട്ടുള്ള ലൈൻ തന്നെ നമുക്ക് വരയ്ക്കാം. സോ ദിസ് ഇസ് ദ ലൈൻ ഫോർ ഏതാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. അടുത്തത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 നമുക്ക് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ എക്സും വൈയും വീണ്ടും വരച്ചു കഴിഞ്ഞാൽ y 0 ഇട്ടാൽ x 3 വരും. ലെറ്റ്സ് സേ y 1 ഇട്ട് കഴിഞ്ഞാൽ x 4 വരുമല്ലോ അല്ലെ? സോ ഇറ്റ് ഷുഡ് പാസ് ത്രൂ 3,0 ആൻഡ് 4,1. ഈ പോയിന്റിലൂടെയും പോകണം. അങ്ങനത്തെ ഒരു ലൈൻ അല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ലൈന് നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. ഇങ്ങനെ പോകുന്നൊരു ലൈൻ അല്ലെ? ശരിയല്ല? ഇങ്ങനെ വരുന്ന ഈ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇതെന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ
ഈക്വൽ ടു 3. അടുത്തത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. 0,0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ശരിയല്ലാത്തതുകൊണ്ട് ഇതിന്റെ റൈറ്റിലോട്ട് വരുന്നത്, ഇതിന്റെ മൊത്തം റൈറ്റിലോട്ട് വരുന്നത്. അതോടൊപ്പം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 0,0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ശരിയായതുകൊണ്ട് 0 ഉള്ള ഈ ലെഫ്റ്റിലോട്ടുള്ള പാർട്ട്. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എവിടാ? ഈ രണ്ട് ലൈനിന്റെ ഇന്റർസെക്ഷന് മുകളിലോട്ടുള്ള ഈ ഭാഗമല്ലേ. അപ്പൊ ആദ്യത്തെ ഇതിന്റെ റീജിയൻ മനസ്സിലാക്കുക, രണ്ടാമത്തെ മനസ്സിലാക്കുക. അത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഏതാ? കോമൺ ആയിട്ട് വരുന്ന ഈ ഭാഗം. ഈ ഭാഗമാണ് നമുക്ക് വേണ്ടുന്ന സൊല്യൂഷൻ. ഈ ഭാഗത്ത് ഏത് പോയിന്റ് എടുത്ത് രണ്ടിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ഇവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഏത് പോയിന്റ് എടുത്ത് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും രണ്ട് ഇൻഇക്വാലിറ്റീസും സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ, ഇപ്പൊ 2 വേരിയബിൾസിന്റെ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് സോൾവ് ചെയ്യാൻ മനസ്സിലായല്ലോ. നമുക്ക് രണ്ട് ചോദ്യവും കൂടി ഇതിന്റെ ഈ ടൈപ്പിലുള്ളത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 5x plus 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 വരുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വരുന്നുണ്ട്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരുന്നുണ്ട്. ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ, 5x plus 4y ഈക്വൽ ടു 40 കൊടുത്താൽ എക്സും വൈയും, എക്സ് 0 വന്നാൽ 0 ഇട്ട് കഴിഞ്ഞാൽ y 40 വരെയൊക്കെ പോകും. y 40 വരെ നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് വേറെ എന്തോ വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സ് നമുക്കൊരു 5 വേണ്ട, എക്സ് നമുക്ക് 10 ഇട്ട് കൊടുക്കണോ? വേണ്ട, എക്സ് 8 ഇട്ട് കൊടുക്കാം. എക്സ് 8 ആയി കഴിഞ്ഞാൽ y 0 വരും അല്ലെ. അടുത്തത് എക്സ് ഒരു 6 ആയി കഴിഞ്ഞാൽ y 10 വരും അല്ലെ. സോ ഇത് 1 2 3 4 5 6 7 8 9 10 വരെ പോയി. 1 2 3 4 5 6 7 8 9 10 വരെ പോയി. സോ 8,0 പോസിബിൾ ആണ്, 6,10 പോസിബിൾ ആണ്. ഓ സോറി, ഇത് 5x plus 4y അല്ലേ. സോറി, ഞാൻ 5x plus y എന്നാണ് ഇവിടെ എഴുതിയത്. അതുകൊണ്ട് 4y ആക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് മാറ്റേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ച്ചളഞ്ഞേക്കാം. സോ 5x plus 4y ഈക്വൽ ടു 40 അല്ലേ. എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ എക്സ് നമ്മൾ 0 കൊടുത്താൽ y 10 വരും അല്ലെ. എക്സ് നമ്മൾ 4 കൊടുത്താൽ y 5 വരും അല്ലെ. സോ ഇറ്റ് ഷുഡ് പാസ് ത്രൂ 0,10 ഓഫ് കോഴ്സ്, ആൻഡ് ഇറ്റ് ഷുഡ് പാസ് ത്രൂ 4,5 അല്ലെ. 4,5ലൂടെയും പോകുന്നൊരു ലൈൻ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. ശരിയായിട്ടും കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ലൈനെ വരയ്ക്കാം. എല്ലാത്തിലും സ്ലാക്ക് ഇൻഇക്വാലിറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ചു പോകാന്നേ ഉള്ളൂ. ലൈൻ തന്നെ അങ്ങ് വരച്ചു പോവാം. കുറച്ച് നീട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ആദ്യം അതിന്റെ ഇക്വാലിറ്റിയുടെ ഇത് വരച്ചു. ഇനി എക്സ് ഈക്വൽ ടു 2ന്റെ ലൈൻ എവിടെയാ വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. y അല്ല, എക്സ് y ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് ദിസ് അല്ലെ, ഈ ലൈനിന്റെ മൊത്തത്തിൽ റൈറ്റിലോട്ട്. 5x plus 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ ലെഫ്റ്റിലോട്ട്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത്. ഇതിന് റൈറ്റ്, ഇതിന് മുകളിൽ, ഇതിന് ലെഫ്റ്റ് എല്ലാം കൂടെ ചേർന്ന് ഈ ട്രയാങ്കിൾ റീജിയൻ മാത്രമല്ലേ നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഈ ട്രയാങ്കിൾ എ ബി സിക്ക് അകത്തുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളുടെ അർത്ഥമായിട്ട് വരുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഇസ് ദി സൊല്യൂഷൻ റീജിയൻ ഫോർ us.
സോ സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസും സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ആദ്യം നമ്മൾ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യാൻ പഠിച്ചു. നമ്മൾക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അടുത്തത് സിസ്റ്റം ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് തന്നു കഴിഞ്ഞാൽ അതിന്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മിസ്ലേനിയസിലുള്ളത് ഞാൻ ഒരെണ്ണം ഒന്ന് ചെയ്യാം. ഓക്കെ, മിസ്ലേനിയസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യം ഉള്ളതായിട്ട് തോന്നിയത് നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്: a manufacturer has 600 liters of a 12% solution of acid. How many liters of 30% acid solution must be added to it so that acid content in the resulting mixture will be greater than 15% but less than 18%. ഇതാണ് ചോദ്യം. ഒരു മാനുഫാക്ചറിന്റെ കയ്യിൽ 600 ലിറ്റർ ഓഫ് 12% സൊല്യൂഷൻ ഓഫ് ആസിഡ്. 12% സൊല്യൂഷൻ ഓഫ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ലിറ്റർ ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 12 ആസിഡും ആയിരിക്കും, ബാക്കി വെള്ളവുമായിരിക്കും. ഹൗ മെനി ലിറ്റർ ഓഫ് 30% ആസിഡ് സൊല്യൂഷൻ, അതായത് ഈ പെർട്ടിക്കുലർ സൊല്യൂഷനിൽ എടുത്തു കഴിഞ്ഞാൽ 30 ലിറ്റർ ആസിഡും ആയിരിക്കും, ബാക്കി 70 എന്ന് പറയുന്ന വെള്ളവുമായിരിക്കും. Added to it so that acid content will be greater than 15% but less than 18%. So ഇപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? Let x liters of 30% acid solution is added. അന്നേരം ടോട്ടൽ മിക്സ്ചർ എത്ര വരും? ടോട്ടൽ മിക്സ്ചർ is x plus 600 അല്ലേ? ആദ്യം 600 ഉണ്ട്, അതിന്റെ കൂടെ x ലിറ്റർ ഓഫ് സംതിങ് ആഡ് ആണ്. ടോട്ടൽ മിക്സ്ചർ is x plus 600 liters. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് ഈ കണ്ടീഷനിൽ? 30% ഓഫ് എക്സ് അത് ആസിഡ് ആണ്, പ്ലസ് 12% ഓഫ് 600. ഇതാണല്ലോ ടോട്ടൽ എമൗണ്ട് ഓഫ് ആസിഡ് എന്ന് പറയുന്നത്. ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 15% of, not greater than or equal to, greater than 15% of x plus 600. ഈ ഒരു കണ്ടീഷൻ അറിയാം. അതേപോലെ തന്നെ 30% of x plus 12% of 600 അത് ലെസ് ദാൻ 18% ആയിരിക്കണമല്ലോ x plus 600. ഇത്രയല്ലേ നമുക്കുള്ള കണ്ടീഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണല്ലോ. 30% 30/100 of x plus 12/100 of 600 should be greater than 15/100 of x plus 600. ശരിയല്ലേ? അടുത്ത കണ്ടീഷൻ ഉള്ളത് 30/100 of x ഇത് plus 12/100 of 600 should be greater than 18/100 of x plus 600 എന്ന് വരും. ഇതല്ലേ നമുക്ക് രണ്ട് ഇൻഇക്വാലിറ്റീസ് ഇവിടെ ഉള്ളത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? 30x plus 7200 is greater than 15x plus 900 എന്നൊരു കാര്യം വരും, 9000 എന്ന് വരും. അതേപോലെ തന്നെ രണ്ടാമത്തത് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത, ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30x plus 7200 is less than 18x plus 10800 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾക്ക് സോൾവ് ചെയ്യാം. ആദ്യം ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അതായത് 12x is less than എത്ര വരും? 3600. അതായത് x is less than 300 എന്ന് വരും. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 15x is greater than 1800 എന്ന് വരും. അതായത് x is greater than 120 എന്ന് നമുക്ക് വരും.
x is greater than 120 അല്ലേ, ബട്ട് എക്സ് ഇസ് ലെസ് ദാൻ 300. ഇങ്ങനെ ആയിരിക്കണമല്ലോ നമുക്കുള്ള ഇൻഇക്വാലിറ്റി, ഇതായിരിക്കണമല്ലോ നമ്മുടെ സൊല്യൂഷൻ. എക്സിന്റെ റേഞ്ച് 120യേക്കാൾ കൂടുതലും 300-നെക്കാട്ടിലും ചെറുതുമായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 120 liters but less than 300 liters so that the complete condition is satisfied. Okay, അപ്പൊ മനസ്സിലായല്ലോ. ഇതായിരുന്നു ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരണമെന്ന് എനിക്ക് തോന്നിയത്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ NCERT-യുടെ കംപ്ലീറ്റ് പോർഷൻ കവർ ചെയ്തു. ഇനി എക്സസൈസ് ചോദ്യമുണ്ട്. എക്സസൈസ് ചോദ്യം ഞാൻ ചെയ്യാത്തത് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം ടൈപ്പ് ആണ്. നമ്മൾ എക്സാമ്പിൾ ചോദ്യം ചെയ്തതിൽ തന്നെ ഇതെല്ലാം കവർ ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇതെല്ലാം സോൾവ് ചെയ്യുക. വേണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാൻ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിന് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഫംഗ്ഷൻസിലേക്ക് കിടക്കുവാണ്. ഫംഗ്ഷൻസിന്റെ NCERT പാർട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫംഗ്ഷൻസിന്റെ JEE പാർട്ട് എക്സ്ട്രീം ഡീറ്റെയിലിൽ നമ്മൾ കവർ ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് 10 hours ഓഫ് റെക്കോർഡഡ് വീഡിയോ JEE പാർട്ടിന് മാത്രം കാണും. വളരെ ഹൈ ലെവൽ ചോദ്യങ്ങളായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾക്ക് JEE ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് ആദ്യം സെറ്റ്സ് പഠിക്കണം, പിന്നെ ഫംഗ്ഷൻസ് പഠിക്കണം. ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിമിറ്റ്സ് വരും, കണ്ടിന്യൂറ്റി വരും, ഡിഫറൻഷ്യബിലിറ്റി വരും, ഇന്റഗ്രേഷൻ വരും. ഇതെല്ലാം ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, so at least 40% of what is there for your JEE examination as far as mathematics syllabus is concerned is related to this topic, so you have to study it in detail. Okay, അതെല്ലാം നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ അതുവരേക്കും കാണാം. ഹാവ് എ നൈസ് ടൈം.